മഞ്ഞുപൊഴിയുന്ന ഡിസംബർ രാവിൽ ഒന്ന് ചേർന്നതിന്റെ ആലസ്യത്തിൽ ഡെയ്സി ബെന്നിയുടെ മാറിൽ വിരലുകൊണ്ട് വെറുതെ കളം വരച്ച് ഉറങ്ങാതെ കിടന്നു. ഇച്ചായ. എന്തോ മയക്കം പതിയെ കണ്ണുകളെ തഴുകാൻ തുടങ്ങിയെങ്കിലും അയാൾ വിളി കേട്ടു. ഇച്ചായ, എനിക്കൊരു കുഞ്ഞിനെ വേണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, ദൈവം തരണ്ടേ കൊച്ചേ. ഇനി വയ്യ ഇച്ചായ, കാത്തിരുന്ന് കാത്തിരുന്ന് വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഇനിയും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. ഇച്ചായ വേറൊരു പെണ്ണിനെ കിട്ടി സുഖമായി ജീവിച്ചോ? കഴിഞ്ഞ തവണയും ഡോക്ടറെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല എന്നല്ലേ കൊച്ചെ പറഞ്ഞത്? പിന്നെ നിസ്സാര പ്രശ്നങ്ങളുള്ളത് എനിക്കല്ലേ? നിനക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്നാത്തിനാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിനക്കെന്നെ മടുത്തു തുടങ്ങിയോ? പറഞ്ഞത് മുഴുവനാക്കാൻ സമ്മതിക്കാതെ വെളുത്ത നീണ്ട വിരലുകളാൽ അവൾ അയാളുടെ ചുണ്ട് പൊത്തി. ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ട് പോകാനാണ് ചായ? അങ്ങനെ പിരിയേണ്ടി വന്നാൽ ശ്വാസം മുട്ടി ഞാൻ പിടഞ്ഞു തീരും. പിന്നെ ഈ പാതിരാത്രി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ ഉറക്കം കളയുന്നത്? നിനക്ക് ഞാനില്ലേ, എനിക്ക് നീയും. അവളെ മാറോട് ചേർത്ത് ആ ചുമലിൽ പതിയെ കുട്ടിയായാൽ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചു. ഇച്ചായ, നിനക്ക് എന്നാ കൊച്ചേ? എനിക്ക് ഉറങ്ങണ്ട. അതും പറഞ്ഞ് ഡെയ്സി പൊട്ടിക്കരഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനാലക്കരികിൽ പോയി നിന്നു. ഡെയ്സിയുടെ മുമ്പിൽ മാത്രം ഭൂമിയോളം ക്ഷമിക്കുന്ന ബെന്നിച്ചൻ പുതപ്പ് മാറ്റി അവൾക്കരികിൽ ചെന്ന് നിന്ന് അവളെ സമാധാനിപ്പിച്ചു. ഞാൻ എന്നാ ചെയ്യണം കൊച്ചു പറ. ഇങ്ങനെ കിടന്ന് കരഞ്ഞ് എൻ്റെ പ്രഷർ കൂട്ടരുത്. എനിക്കൊരമ്മയാവണം. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ബെന്നി ഒന്നും മിണ്ടാതെ നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ 2 കണ്ണുനീർ തുള്ളി അയാളുടെ കവിളിലൂടെ ഒഴുകി. നിശബ്ദമായ ആ വേദനാ പ്രവാഹത്തിൽ അയാൾ സ്വയം മറന്നു നിൽക്കുമ്പോൾ ഡെയ്സി ആ കാൽക്കൽ വീണു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് പൊറുക്കണേ, എൻ്റെ വേദന എനിക്ക് താങ്ങാനാവുന്നില്ല. ബെന്നി മുട്ടുകുത്തി അവളിലേക്ക് ചേർന്നിരുന്നു. ഇച്ചായ, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. പലപ്പോഴും അവളിത് പറയുമ്പോഴെല്ലാം എതിർത്തിരുന്ന അയാൾ ഇത്തവണ നിശബ്ദനായിരുന്നു. ഡെയ്സി, ഇനി നിന്നെ തടയാൻ എനിക്കെന്നല്ല ആർക്കുമാവില്ല. നിന്റെ ഇഷ്ടം നടക്കട്ടെ. പിന്നെ നിന്നോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ട്, സമാധാനത്തിൻ്റെ തണലുണ്ട്. മക്കളില്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനുമുണ്ട്. ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമായിപ്പോയി എന്ന് പിന്നീട് പശ്ചാത്തപിക്കരുത്. ഒരിക്കലും ഇല്ല ചായ. അതും പറഞ്ഞവൾ അയാളിലേക്ക് ചാഞ്ഞു. 3-4 മാസം മുമ്പാണ് ആദ്യമായി അവൾ സെന്റ് മേരീസ് ഓർഫനേജിൽ പോകുന്നത്. അവരുടെ വിവാഹ വാർഷികത്തിന് കുഞ്ഞുങ്ങൾക്ക് കേക്കും മിഠായിയും നൽകാൻ. അവിടുത്തെ മദറായി അവളുടെ അകന്ന ബന്ധു ഈയിടെ ചാർജ് എടുത്തിരുന്നത് കൊണ്ട് അവിടെ എല്ലാം കാണാനും അവൾക്ക് അനുവാദം കിട്ടിയിരുന്നു. കുഞ്ഞുമക്കളെ ഓരോരുത്തരെയായി കൊഞ്ചിച്ചും കളിപ്പിച്ചു ഇരിക്കുമ്പോഴാണ് ഒരു തുണിത്തൊട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആൺകുഞ്ഞിനെ അവൾ കാണുന്നത്. റോസ് നിറത്തിലുള്ള ഒരു കോട്ടൺ കൈലുകെട്ടി ഉണ്ടാക്കിയ തൊട്ടിയിൽ പകുതി കൺതുറന്ന് തള്ളവിരൽ വായിൽ വെച്ച് അവൻ അങ്ങനെ ചെറുചിരിയോടെ മയങ്ങുന്നു. എത്ര നേരം നോക്കി നിന്നെന്നറിയില്ല. പെട്ടെന്ന് അവളുടെ അടുത്തിരുന്ന് കളിച്ചിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു കിലുക്കം താഴെ വീണു. ആ ശബ്ദം കേട്ട് അവൻ പേടിച്ചുണർന്ന് കരയാൻ തുടങ്ങി. എന്തോ പെട്ടെന്ന് അവൾക്കവനെ ഓടിച്ചെന്നെടുക്കാൻ തോന്നി. ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറിൽ ചേർത്തപ്പോൾ റോസാപ്പൂ പോലുള്ള ആ ചുണ്ടുകൾ അവളുടെ മാറിൽ ആദ്യം എന്തോ തിരഞ്ഞു, പിന്നെ നുണയാൻ തുടങ്ങി. ആ അനുഭൂതിയിൽ അവൾ ആദ്യമായി ഒരമ്മയായി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അപ്പോഴേക്കും സിസ്റ്റർ ഓടി വന്നു. അവർ കൊണ്ടുവന്ന കുപ്പിപ്പാൽ ഡെയ്സി തന്നെ മടിയിൽ കിടത്തി കൊടുത്തു. പാല് കുടിപ്പിച്ചു കഴിഞ്ഞ് നെഞ്ചിൽ കിടത്തി കൊട്ടി ഉറക്കുമ്പോൾ അവൻ അവളുടെ സാരിത്തുമ്പിൽ മുറുക്കെ പിടിച്ചിരുന്നു. അവനും ആദ്യമായി ഒരമ്മയെ അറിഞ്ഞു. ആ ചൂടിൽ പറ്റിച്ചേർന്നതാവാം. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി തിരിച്ചു പോരുമ്പോൾ ഡെയ്സി കരൽ പിളരുന്ന പോലെ നീറിപ്പിടഞ്ഞു. അന്ന് തൊട്ട് പലവട്ടം അവൾ അവിടെ പോയി. ആ കുഞ്ഞിന് അമ്മയായി. ഇപ്പോൾ അവന് 6 മാസം കഴിഞ്ഞു. കളിയും ചിരിയും കൂടി. അതുകൊണ്ടൊക്കെ ഇപ്പോൾ അവനെ പിരിഞ്ഞ് മാറി നിൽക്കാൻ അവൾക്ക് ഒട്ടും പറ്റുന്നില്ല. ഒരു തവണ അവനെ ദത്തെടുക്കുന്ന കാര്യം ഡെയ്സി ബെന്നിയോട് പറഞ്ഞെങ്കിലും അയാൾക്ക് അതിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇന്ന് അവൾക്ക് സ്വർഗം കയ്യിൽ കിട്ടിയ ദിവസമാണ്. അവസാനം ബെന്നിച്ചൻ സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിലും ബെന്നി പാവമാണ്. ആരെയും വേദനിപ്പിക്കാൻ അയാൾക്കാവില്ല. നേരം പെട്ടെന്ന് വെളുക്കാൻ അവൾ ഉറങ്ങാതെ കാത്തിരുന്നു. കണ്ണാടി ചില്ലുപോലുള്ള നീല സാരി ഉടുത്ത് മുടി മുമ്പിലേക്ക് അഴിച്ചിട്ട് ആവശ്യത്തിലധികം മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന ആ യുവതിയെ നോക്കി ഡെയ്സി മനസ്സിലാകാത്ത മട്ടിൽ മിഴിച്ചു നിന്നു. അവളുടെ കയ്യിൽ പാവക്കുട്ടി പോലൊരു പെൺകുഞ്ഞു. ചാർലിയുടെ വീടല്ലേ? ആ യുവതി ഡെയ്സിയോട് ചോദിച്ചു. അതെ, നിങ്ങളാരാണ്? ഞാൻ ചാർലിയുടെ കൂട്ടുകാരിയാണ്. ചാർലിയോട് ഞാൻ വന്നു എന്നൊന്ന് പറയുമോ? ഡെയ്സി തലയാട്ടി അവനെ വിളിക്കാൻ അകത്തേക്ക് പോയി. റൂം അടച്ചിട്ടില്ല.
മേശമേൽ 4-5 മദ്യക്കുപ്പി കാലിയായി കിടപ്പുണ്ട്. തറയിൽ ഒരു സിറിഞ്ചും. കട്ടിലിൽ ബോധം കെട്ട് ചാർലി കിടന്നുറങ്ങുന്നു. ഡെയ്സി അവനെ പലവട്ടം വിളിച്ചിട്ടും അവൻ എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കാലുകൊണ്ടൊരു ചവിട്ട് കൊടുത്തത് അവളുടെ വലത്തെ തുള്ളിൽ ശക്തിയായി കൊണ്ടു. അയ്യോ എന്നൊരു നിലവിളിയോടെ ഡെയ്സി കട്ടിലിൽ ഇരുന്നു പോയി. അവനൊന്നും അറിയാത്ത പോലെ തിരിഞ്ഞു കിടന്നു. കൈ അമർത്തി തടവി ഡെയ്സി വെളിയിൽ നിൽക്കുന്ന യുവതിയോട് കാര്യം പറഞ്ഞപ്പോൾ അധികാരത്തോടെ അവൾ അവൻ്റെ റൂമിലേക്ക് കയറി. പെൺകുഞ്ഞിനെ ഡെയ്സിക്ക് മുമ്പിൽ നിർത്തി അവൾ റൂമിലേക്ക് പോയപ്പോൾ ഡെയ്സി ആ കുഞ്ഞിൻ്റെ കവിളിൽ മെല്ലെ തൊട്ടു. എന്താ മോളുടെ പേര്? റോസ്. മുല്ലമൊട്ട് പോലുള്ള പല്ലുകൾ കാട്ടി ആ കുഞ്ഞ് മനോഹരമായി ചിരിച്ചു. അകത്തപ്പോൾ അവൾ പൊട്ടിച്ചിരിക്കുന്നതും അടക്കി സംസാരിക്കുന്നതും ഡെയ്സി അറിയുന്നുണ്ടായിരുന്നു. അരമണിക്കൂറോളം യാതൊരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് കുഞ്ഞിനെ വെളിയിൽ നിർത്തിപ്പോയ ആ യുവതിയെ ഓർത്ത് ഡെയ്സിക്ക് വെറുപ്പ് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അഴിഞ്ഞുലഞ്ഞ സാരിയും പടർന്ന ചമയങ്ങളുമായി ഒരു കൂസലുമില്ലാതെ ആ പെണ്ണിറങ്ങി വന്നു. ഡെയ്സിയുടെ അടുത്തിരുന്ന് പാൽ കുടിച്ചുകൊണ്ടിരുന്ന റോസിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അവളെ വലിച്ചുകൊണ്ട് പോകുമ്പോഴും ആ കുഞ്ഞ് ഡെയ്സിയെ നോക്കി കണ്ണുകൾ അടച്ച് ചിരിച്ച് കാണിച്ചു. ആരെയും മയക്കുന്ന ചിരി. മഴ തകർത്തു പെയ്യുന്ന ജൂൺ മാസത്തിലെ നിലാവില്ലാത്ത രാത്രി ബെന്നിച്ചൻ്റെ വാടകമുറിയുടെ വാതിലിൽ ആരോ ശക്തിയായി തട്ടി. ലൈറ്റിട്ട് കണ്ണട തപ്പിയെടുത്ത് ബെന്നി വാതിൽ തുറന്നു. വാതിൽക്കൽ മൊത്തം നനഞ്ഞ ഡെയ്സി. അവളുടെ മുടിയിലൂടെ വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നു. ഡെയ്സി, ഇച്ചായ. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മറന്ന് ബെന്നി അവളെ മുറുക്കി പുണർന്നു. ഇച്ചായ, എന്നോട് പൊറുക്കണം. ഇച്ചായൻ പറഞ്ഞതൊന്നും ഞാൻ അനുസരിച്ചില്ല. ചാർലിയുടെ ദുർനടപ്പ് കാരണം ഇച്ചായൻ വീട് വിട്ടപ്പോഴും അവനെ ഉപേക്ഷിക്കാൻ എനിക്ക് ആയില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. അവൾ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പതിവ് പോലെ ബെന്നി അവളെ തോളിലേക്ക് ചായച്ചു. എന്നിട്ട് നിന്റെ മകനെവിടെ? അവൻ ഉറങ്ങുകയാണ്. ബെന്നിച്ച, അന്ന് ഞാൻ ആദ്യം അവനെ കണ്ടപ്പോൾ ഉറങ്ങിയ പോലെ അവൻ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. ഇനി അവൻ കഞ്ചാവ് വലിക്കില്ല, ഗുണ്ടപ്പണിക്ക് പോകില്ല. അവൻ ഇനി ഉണരില്ല. ബെന്നി ഉൾക്കിടിലത്തോടെ അവളുടെ താടി പിടിച്ചുയർത്തി. നീ നീ എന്നതാ പറയുന്നത് കൊച്ചേ? നിനക്ക് എന്താ പറ്റി? ഞാൻ കൊന്നു ബെന്നിച്ച, അവനെയും അവൻ്റെ കാമുകയും. രണ്ടും കൂടി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. അതിന് അവളുടെ കുഞ്ഞ് തടസ്സമാവുകയാണെങ്കിൽ അതിനെ കൊല്ലാന്ന് രണ്ടു കൂടി ഫോണിൽ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ട് ബെന്നിച്ച. പിന്നെ ഒന്നും ഓർത്തില്ല. ആ പൊന്നുമോളുടെ മുഖം മാത്രമേ മനസ്സിൽ വന്നുള്ളൂ. ഇന്ന് വൈകുന്നേരം അവനും അവളും കൂടി വീട്ടിലിരുന്ന് രസിച്ച് കുടിച്ചത് ഞാൻ വിഷം കലർത്തിയ മദ്യമാണ്. ചോര ഛർദ്ദിച്ച് അവൻ പിടിഞ്ഞപ്പോൾ ബെന്നിച്ച ഞാൻ എൻ്റെ കൈകളിൽ അവൻ്റെ മുഖം കോരിയെടുത്തു, നെഞ്ചോട് ചേർത്തു. അന്ന് ആദ്യമായി കണ്ടപ്പോൾ എടുത്ത് നെഞ്ചോട് ചേർത്ത പോലെ. എന്നിട്ട് എൻ്റെ കൈകൊണ്ട് തന്നെ അവസാനമായി ഒരിറ്റ് വെള്ളം കൊടുത്തു, അന്ന് പാൽ കൊടുത്ത പോലെ. പിന്നെ ഞാൻ അവനെ കൊട്ടി ഉറക്കി എന്നേക്കുമായി. അതും പറഞ്ഞ് ഡെയ്സി അയാളുടെ മാറിൽ തലയിട്ട് അടിച്ചു കരഞ്ഞു. കണ്ണീർ പറ്റിയ കുഴിഞ്ഞ മിഴികളാൽ വേദനയോടെ അയാളും അലറിക്കരഞ്ഞു. എൻ്റെ പൊന്നു മോളെ. വേണ്ടി ചായ, അതുപോലൊരു ചീത്തയമ്മ ആ കുഞ്ഞിന് വേണ്ട. അതിലും നല്ലത് ആ കുഞ്ഞ് അമ്മയില്ലാതെ എവിടെയെങ്കിലും വളർന്നുകൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ആ പെണ്ണിനെ കൊന്നത്. കൂടുതൽ ശക്തിയോടെ പെയ്യുന്ന മഴത്തുള്ളികളെ വകഞ്ഞു മാറ്റി വന്നെന്ന പോലീസ് ജീപ്പിൽ നിന്നും പോലീസുകാർ ഇറങ്ങി. ഡെയ്സി അവർക്കൊപ്പം തലകുനിച്ചിറങ്ങുന്നതിന് മുൻപ് അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അനങ്ങാൻ പോലും പറ്റാതെ പ്രതിമ പോലെ അയാൾ അവിടെ തറഞ്ഞു നിന്നു. നെഞ്ചുപൊള്ളി അയാൾ അവളെ കണ്ണുകളാൽ യാത്രയാക്കി. ഞാൻ കാത്തിരിക്കും. ആ കണ്ണുകൾ അവളോട് മന്ത്രിച്ചു. ഞാൻ തിരിച്ചു വരും ചായ. അയാളുടെ പ്രാണന്റെ മിഴികൾ മറുപടി കൊടുത്തു. മഴ തോർന്നൊരു വസന്തത്തിനായി വർഷങ്ങളോളം അവർ കാത്തിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.